ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭാഗവതം ദശമസ്കന്ധം നിരോധം എന്നുള്ള ലക്ഷണത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. ഭാഗവതത്തിന്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സർവവേദാന്ത സാരം ഹി ശ്രീ ഭാഗവതമിഷ്യത്തെ. ഭാഗവതത്തിലെ സർവ വേദാന്ത സാരങ്ങളാണ് ഭാഗവതം പൂർണ്ണമായിട്ടും നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്ന് വേദാന്ത പ്രചരണത്തില് ഏറ്റവും ഒരു തിലകക്കുറിയായിക്കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു പുരാണമാണ് ശ്രീമദ് ഭാഗവതം. ഓരോ ഗുരുനാഥന്മാരുടെയും ഒക്കെ ഡൊണേഷൻസിൽ നോക്കിക്കഴിഞ്ഞാല് ഇല്ലേ, ഇന്ന് എത്രയോ ധാരാളം ഗ്രന്ഥങ്ങള്, ശാസ്ത്രങ്ങള് നമുക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള അതില് ഏറ്റവും തിലകക്കുറിയായിട്ട് ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള ഒരു പുരാണമാണ് ഭാഗവതം. ആ ഭാഗവതത്തിലൂടെ നമുക്ക് നോക്കിയാൽ അറിയാം, വേദാന്തങ്ങൾ മാത്രമാണ് അവിടെ സ്പർശിച്ചിട്ടുള്ളത്. വേദാന്ത സാരമാണ് അവിടെ. സ്തുതികളിലൂടെയും ഉപദേശങ്ങളിലൂടെയും കഥകളിലൂടെയും ഒക്കെ നമുക്ക് താല്പര്യം എന്താണ്, വേദാന്തത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. അപ്പൊ നമ്മള് ഏത് രീതിയിൽ ആ ഭാഗവതത്തെ നമ്മൾ കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ബുദ്ധിക്ക് അനുസരിച്ച് എങ്ങനെയാണോ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിൽ നിന്നും ആ വേദാന്ത സാരേണ ലക്ഷ്യമാർഗത്തിലൂടെയുള്ള ആ രീതിയിലേക്ക് നമുക്ക് കാണുവാൻ വേണ്ടി അവിടെ സാധിക്കണം. അല്ലെ, ഇവിടെ ഇപ്പോ നമ്മള് ആ ഭഗവാൻ ചെയ്തതായിട്ടുള്ള ലീലകളെ രജോ ഗുണത്തിന്റെ ആധിക്യം കൊണ്ട് ബ്രഹ്മാവിന് തോന്നിയതായിട്ടുള്ള ഒരു ചെറിയ ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിലോ ഒരു ചെറിയ ഒരു മതം, ആ രജോ ഗുണത്തിൽ നിന്നുണ്ടായതായിട്ടുള്ള ഒരു മതം, ഒരു ഇരുട്ട് സംഭവിച്ചുകൊണ്ട് ഭഗവാനെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ശ്രമിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ ആ പരിശ്രമത്തിന്റെ പേരില്, അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷണത്തെ ഭഗവാൻ എന്ത് ചെയ്തു, തൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ അഹങ്കാരം എന്തായിരുന്നു, എല്ലാത്തിനെയും സൃഷ്ടി ചെയ്യുന്നത് താനാണ്, തനിക്ക് അപ്പുറത്തേക്ക് ഒരാള് ഇവിടെ ഇല്ല, അറിവുള്ള ഒരാളില്ല, താനാണ് ഈശ്വരൻ കഴിഞ്ഞാൽ താനാണ്, അല്ലെ, സ്വദായ ആദികവയെ, അല്ലെ, ആദ്യം തന്നെ ഈശ്വരാനുഭവത്തെ ഭഗവാൻ നേരിട്ട് കൊടുത്തതായിട്ടുള്ള ബ്രഹ്മാവ്, ആ ബ്രഹ്മാവ് വിചാരിച്ചു താനാണ് ഈശ്വരൻ കഴിഞ്ഞാൽ പിന്നെ ആളെന്നുള്ളത് രീതിയില്. അതുകൊണ്ട് എന്ത് ചെയ്തു, ആ തനിക്ക് മുകളിലൊരു ബോധസ്വരൂപൻ ഉണ്ടെന്നുള്ളത് വിചാരിക്കാതെ അവിടുന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു. കൊടുത്തു അപ്പൊ തന്നെ ഭഗവാൻ, അല്ലെ, താൻ എന്താ വിചാരിച്ചത്, താനാണ് എല്ലാം സൃഷ്ടിക്കുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതാ കിടക്കുന്നു, അല്ലെ, എന്തൊക്കെയാണോ താൻ ഇത് മറച്ചു വെച്ചത്, ഒളിപ്പിച്ചു വെച്ചത്, അതൊക്കെ ഒരു ലേശം പോലും മാറ്റമില്ലാത്ത രീതിയിൽ കൊടുത്തു. ഇത് കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്, അവിടെ നമ്മളുടെ ഒക്കെ ഈശ്വരഭാവം നമ്മളിൽ നിന്ന് എപ്പോഴാണോ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്, ജ്ഞാനം നമ്മളിൽ നിന്ന് എപ്പോഴാണോ വിട്ടുപോകുന്നത്, ധർമ്മം നമ്മളിൽ നിന്ന് എപ്പോഴാണോ വിട്ടുപോകുന്നത്, ആ ധർമ്മത്തെ നമുക്ക് വീണ്ടും നമ്മളുടെ ഭാവത്തിൽ നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കുമോ അതിനനുസരിച്ച് അതിനെ തരുന്നു. ഇപ്പൊ നോക്കൂ, ഇനിയിപ്പം ആ ചോറുരുളയും പിടിച്ച് കൊമ്പും ചൂരലും പിടിച്ചതായിട്ടുള്ള ആ ഉണ്ണിക്കണ്ണനെ കണ്ടാല്, അല്ലെങ്കിൽ ആ ഉണ്ണിക്കണ്ണൻ ചെയ്തതായിട്ടുള്ള ലീലയെ കാണുമ്പോഴേക്കും ആ ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, തന്നെ വ്യക്തമായിട്ട് തനിക്ക് കാണിച്ചു തന്നതായിട്ടുള്ള ഒരു ഈശ്വര രൂപമാണ് ആ ഉണ്ണിക്കണ്ണന്റെ രൂപം. അപ്പം ഈ കൊമ്പും ചൂരലും പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഉണ്ണിയെ ഈശ്വരനായിട്ട് തന്നെ കാണാൻ വേണ്ടി അവിടെ ബ്രഹ്മാവ് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതാണ് യഥാർത്ഥത്തില് നമ്മൾ പറഞ്ഞു, നിർഗുണോപാസനയിലൂടെ കുന്തി ദേവി കണ്ടതായിട്ടുള്ള ആ പരബ്രഹ്മ സ്വരൂപത്തെ തന്നെ ദാ ഈ രൂപത്തിലൂടെ കാണാൻ സാധിക്കും. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമുക്കിവിടെ പ്രപഞ്ചത്തിന്റെ ഒക്കെ അധികാരിയായിട്ടുള്ള, പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു ഈശ്വരനെ നമുക്ക് കണ്ടെത്താനെന്ന് പറഞ്ഞാൽ എളുപ്പമല്ലാതെ, അല്ലെ, സഗുണോപാസനയിലൂടെ സ്വരൂപത്തെ, ഭഗവാന്റെ രൂപം എന്തായി നമ്മൾ സങ്കല്പിക്കേണ്ടത്, ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നതാണ്. എങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നതായിട്ട് ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അപ്പൊ എന്തായി, അപ്പം ഭഗവാൻ എല്ലായിടങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ, അങ്ങനെയുള്ള ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ അത്യനിഷ്ഠ ദശാങ്കുലം, എത്രയൊക്കെ നമ്മൾ ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുകയാണെങ്കിലും അതിലും പിന്നീട് ഒരു 10 അങ്കുലം നീണ്ടു നിൽക്കുകയാണ് ഭഗവാന്റെ ആ ഒരു രൂപത്തെ. അതിനെ ഭഗവാനെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിൻ്റെ
ഒരു ചെറിയ രൂപമാണ് ദാ ഈ നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ. അത്രേ ഉള്ളൂ. അങ്ങനെ നമുക്ക് എല്ലാവരെയും കാണാൻ സാധിക്കണം. നമ്മള് ധ്യാനത്തിന് വിഷയമാക്കേണ്ടത് നമ്മളുടെ തന്നെ ശരീര രൂപമാണ്. നമ്മള് ധ്യാനം പഠിപ്പിക്കും അല്ലെ? ഭഗവാനെ ധ്യാനിച്ചോളൂ, ഭഗവാന്റെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചോളൂ, ജംഘകളെ ധ്യാനിച്ചോളൂ, ജാനുക്കളെ ധ്യാനിച്ചോളൂ അല്ലെ? തൃത്തുടകളെ ധ്യാനിച്ചോളൂ, പീതാംബരത്തെ ധ്യാനിച്ചോളൂ, നേർത്ത ഉദരത്തെ ധ്യാനിച്ചോളൂ, ശ്രീവത്സത്തെ ധ്യാനിച്ചോളൂ, കൗസ്തുഭത്തെ ധ്യാനിച്ചോളൂ, മുഖപങ്കജം ധ്യാനിച്ചോളൂ, ദാ കിരീടത്തെ ധ്യാനിച്ചോളൂ എന്ന് നമുക്ക് ഭഗവാന്റെ രൂപത്തെ കാണിച്ചു തരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? ശ്രീലാകത്ത് ഇരിക്കുന്നതായിട്ടുള്ള ഒരു വിഗ്രഹമായിട്ടോ അല്ലെങ്കിൽ പുറത്ത് ഒരു ചിത്രത്തിൽ കാണുന്നതായിട്ടുള്ള രൂപമായിട്ടോ അല്ല അവിടെ നമ്മൾ ധ്യാനിക്കേണ്ടത്. എവിടെയാ നമ്മൾ ധ്യാനിക്കേണ്ടത്? എൻ്റെ സ്വന്തം കാലടികൾ മുതല് എൻ്റെ സ്വന്തം ശിരസ് വരെയുള്ള ഭാഗങ്ങളായിക്കൊണ്ട് ഭഗവാനായിട്ട് കൽപ്പിച്ചുകൊണ്ട് നമ്മളെ ധ്യാനിക്കണം. അവിടെയാണ് ആത്മാനം ധരേൽ. അങ്ങനെ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ എന്ന്. അരൂപിയായിട്ടുള്ള ഭഗവാനെ അല്ലെങ്കിൽ ആകൃതിയില്ലാത്ത ഭഗവാനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ശരീരമായിട്ട് തന്നെ നമുക്ക് അവിടെ ധ്യാനിക്കാൻ സാധിക്കണം. അപ്പൊ എപ്പോഴും ധ്യാനത്തിന്റെ വിഷയത്തില് ഈ ധ്യേതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയം എവിടെയാണ്? എൻ്റെ കാലടികളാണ് അല്ലെ? എൻ്റെ അവയവങ്ങളാണ് എനിക്ക് കൂടുതൽ പരിചയമായിട്ടുള്ളത്. അപ്പം അത് നമുക്ക് അറിഞ്ഞ് അതിനെ ഏതൊക്കെ രീതിയിലാണോ ഭഗവാന്റെ പാദങ്ങളും ജംഘകളും ഒക്കെ, അപ്പൊ അതേപോലെ ആ ഭഗവാന്റെ തിരുമുഖ കമലങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള ആ തൂമന്ദഹാസത്തോടു കൂടിയിട്ടുള്ള ഭഗവാന്റെ കടാക്ഷം അല്ലെ? ആ കണ്ണങ്ങോട്ട് മിഴിച്ചങ്ങോട്ട് നമ്മളെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പുരികക്കൊടികൾ ചലിക്കുന്നതായിട്ടുള്ള രംഗങ്ങളെ കാണുന്ന ആ തിരുമുഖ കമലം നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ അത് നമുക്ക് ധ്യാനിക്കുമ്പോൾ എന്താ അവിടെ നിന്നുണ്ടാകുന്നത്? നമ്മൾക്കും ആ ഒരു അതേ ഭാവം നമ്മളിലേക്ക് എത്തിച്ചേരുന്നു. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ധ്യാന വിഷയം നമ്മളുടെ ആചാര്യന്മാര് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയത്? ഇങ്ങനൊരു രൂപം കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? ഈ രൂപം കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിലൂടെ അവര് ഭഗവാനെ അവിടുന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും അവർക്ക് മനസ്സിന്റെ ഭാവം ശുദ്ധമായിട്ട് വന്നു, ആർദ്രമായി. അവിടെ യഥാർത്ഥത്തിൽ അവിടെ ഏതാണ് ലക്ഷ്യം? അപ്പൊ ശരിക്ക് നമ്മളുടെ ഉള്ളിലുള്ള ആ ആത്മചൈതന്യത്തിന് യാതൊരുവിധ കോട്ടവും വരാതെ അതിനെ ഉദ്ദീപിക്കുക. ആത്മാനം ഉദ്ധരേ, ഇതാണ് ലക്ഷ്യം. ഏത് ധ്യാനത്തിന്റെയും ലക്ഷ്യം അതാണ്. അപ്പൊ നമ്മളുടെ മനസ്സിന്റെ ഭാവത്തെ ആ ശുദ്ധമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു രൂപത്തെ നമുക്ക് കാണിച്ചു തരുന്നു. ഈ രൂപത്തെ കാണിച്ചു തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പം നമ്മളുടെ ഈ ഒരു ശരീരവും ഇതേ രൂപത്തില് ഭഗവാന്റെ ആ രൂപങ്ങൾ എങ്ങനെയാണോ അതേ രീതിയിൽ താനും അല്ലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഉള്ളിൽ അങ്ങോട്ട് യോഗീശ്വരന്മാര് ഋഷീശ്വരന്മാര് അവരൊക്കെ തൻ്റെ ഉള്ളില് ആ ഭഗവാനെ ഹൃദയാകാശത്തില് അല്ലെ ഹൃദയാകാശത്തിൽ പത്മകർണികയില് ആ ഗുരുവായൂരപ്പനെ അവിടെ ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ മുഴുവൻ ഈ ഗുരുവായൂരപ്പനാണെന്ന്. അതുകൊണ്ടാണ് യോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാണുന്നവരെയൊക്കെ ഗുരുവായൂരപ്പനായിട്ട് കാണുന്നു. ഏത് വസ്തുക്കളുടെയും ഏത് മൃഗങ്ങളായാലും മനുഷ്യരായാലും അവരുടെയൊക്കെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ ഭഗവാന്റെ താമരദളങ്ങളെ പോലെയുള്ള നീണ്ട കണ്ണുകളായിട്ട് അവർക്ക് തോന്നുന്നു അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ധ്യാനം. അതേപോലെ തന്നെയാണ് ഇതാ ഇവിടെ ബ്രഹ്മാവും ഇതാ ഭഗവാനെ ആ ഉണ്ണിക്കണ്ണനായിട്ട് കണ്ടതായിട്ടുള്ള ഭഗവാനെ അതേപോലെ തന്നെ അവിടെ എന്താ ധ്യാനിക്കുന്നു സ്തുതിക്കുന്നു. അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ രൂപങ്ങളെയൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന? അരൂപിയായിട്ടുള്ള ഭഗവാനെ കാണിച്ചു തരുന്നത് ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം നിർഗുണ സ്വരൂപനേക്കാളും എന്താണ് ഇരട്ടിയായിക്കൊണ്ട് ഇന്ന് അനുഭവമായിരിക്കുന്നത് എവിടെയാണ്? ഇന്ന് അനുഭവമായിരിക്കുന്നത് ദാ ഈ എന്താണ് പട്ടുകോണോ കൊടുത്ത് അല്ലെങ്കിൽ ചോറുള്ളയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഈ ഉണ്ണിക്കണ്ണനാണ് ഇന്ന് തൻ്റെ പ്രവൃത്തിയെ യഥാർത്ഥമായിട്ടുള്ള ആ ഈശ്വരീയതയെ കാണിച്ചു തന്നതായിട്ടുള്ള വ്യക്തി. അങ്ങനെയുള്ള ആ കണ്ണനെ ഈശ്വരനായിട്ട് സ്മരിക്കുകയാണ്. അവിടെ തൻ്റെ എല്ലാ അജ്ഞതയും മാറ്റി തന്നതായിട്ടുള്ള രൂപമാണത്. അത് ജനങ്ങളിലേക്ക് അവിടെ കാണിച്ചുകൊണ്ട് അവിടെ പറയുകയാണ്. നമ്മൾ ഇന്നലെ 8ാമത്തെ ശ്ലോകം വരെ പറഞ്ഞു. അവിടെ 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് തഥാപി ഭൂമൻ മഹിമാ ഗുണസ്യതേ വിബോധുമർഹത്യമലാന്തരാത്മഭി അവിക്രിയാ സ്വാനുഭവാത് അരൂപതോ ഹ്യനന്യബോധാത്മതയാ നചന്യഥ. ഭഗവാന്റെ ഈ പറഞ്ഞതായിട്ടുള്ള നിർഗുണ രൂപം വളരെ അതൊന്ന് ധ്യാനിക്കുവാൻ എന്താണ് ധ്യാനിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ അനന്തകോടി ബ്രഹ്മാണ്ടത്തിന്റെ അധിപനായിട്ടുള്ള ആ ഭഗവാന്റെ യഥാർത്ഥമായിട്ടുള്ള ആ സഗുണാകാരം അത്
നമുക്ക് ഏറ്റവും അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഏതാ സഗുണാകാരം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? ഈ പറഞ്ഞതായിട്ടുള്ള ഏതൊക്കെ ചരാചരങ്ങളെയാണോ ഭഗവാൻ അവിടുന്ന് സ്വീകരിച്ചത്, ഭഗവാൻ സ്വീകരിക്കാത്ത ചരാചരങ്ങളുണ്ടോ? പ്രപഞ്ചത്തിന്റെ തന്നെ അധിപനായി, ഈ ബ്രഹ്മാണ്ട കോടികള് മുഴുവൻ അധിപനായിട്ടുള്ള ഭഗവാനെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും? അപ്പം നിർമ്മല ചിത്തന്മാരായിട്ടുള്ള യോഗീശ്വരന്മാര് അവര് അവർക്കൊന്നും ആസക്തികളില്ല. അവരുടെ എന്താണ് ഈ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും മാറ്റിക്കൊണ്ട് അവിടെ എന്താണ് ശുദ്ധമായിട്ടുള്ള ആ ഹൃദയ കമലത്തില് വികാരരഹിതം, അതുപോലെ തന്നെ അരൂപമായിട്ടുള്ള, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഗുരുവായൂരപ്പ അവിടുത്തെ ആ നിർഗുണ സ്വഭാവം അവരുടെ അന്തർമുഖ തത്വത്തിലൂടെയും അതുപോലെ അവരുടെ സ്വന്തം അനുഭവത്തിലൂടെയും ഒക്കെ ഒരു പരിധി വരെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്നിരിക്കാം. എന്നാൽ അങ്ങയുടെ ഈ ഒരു സഗുണ രൂപത്തെ, അങ്ങയുടെ ഈ ഒരു കോമള രൂപത്തെ ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത് വളരെ ദൂരത്താണ് എന്ന് പറയാണ്. അപ്പം ഇന്ന് അങ്ങ് എനിക്ക് കാണിച്ചു തന്നതായിട്ടുള്ള ഈ ഒരു രൂപം, ഇതുകൊണ്ട് ഞാനത് ഉൾക്കൊള്ളുന്നു. കാരണം എന്താണ്? ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ഒരു ചെറിയൊരു ഉണ്ണിക്കണ്ണനെ കൊണ്ട് എൻ്റെ അജ്ഞതയെ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ഇവിടെയുള്ള സകല ചരാചരങ്ങളുടെയും ഉള്ളില് അങ്ങ് തന്നെയല്ലേ വർത്തിക്കുന്നത് എന്നുള്ളത് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് അവിടെ പറയാണ്. എന്തായാലും അങ്ങനെയുള്ള ആ നമ്മളുടെ കർമ്മഫലങ്ങളെ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാം തന്നെ അത് ഈശ്വര ഹിതമായിക്കൊണ്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കണം. അപ്പൊ ആരാണോ ഇവിടെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ പ്രവർത്തിക്കുന്നത്, അതിനൊക്കെ ആധാരം അവിടുന്നാണ് എന്നുള്ള ഒരു സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു. അവിടെ പറയുന്നുണ്ട്, വിദധൻ നമസ്തേ ജീവേതയോ മുക്തിപദേ സദായ ഭാഗ്. അല്ലെ, ആരാണോ ജീവിക്കുന്നത് ഇവിടെ ഭഗവാനെ, അവിടത്തേക്ക് വാക്കും പ്രവൃത്തിയും ചിന്തകളും എല്ലാം അവിടത്തേക്ക് അർപ്പിച്ചുകൊണ്ട് ആരാണോ ഇവിടെ ജീവിക്കുന്നത്, അവര് മോക്ഷം എന്നുള്ള ആ പിതൃ സ്വത്തില് എങ്ങനെയാണോ പുത്രന് അവകാശമുള്ളത് അതുപോലെ അങ്ങനെയാ പറയുന്നത്. കാരണം യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാല് ഞാൻ അവിടുത്തെ ഭക്തനായിട്ട് മാറിയേ പറ്റുള്ളൂ. അതെന്റെ അവകാശമാണ്. ഈ ഒരു ശുദ്ധഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഏതൊരു യോഗീശ്വരന്മാരാണേലും അവര് ഭഗവാന് തുല്യം ഭഗവാനായിട്ട് മാറും. അത് എങ്ങനെയാണ്? ഒരു അച്ഛന്റെ സ്വത്ത് മക്കൾക്ക് എങ്ങനെയാണോ അവകാശമായിട്ടുള്ളത്, അതേപോലെ അവര് ഭക്തന്മാരായിട്ട് മാറും എന്ന് പറഞ്ഞതായിട്ടുള്ള 8ാമത്തെ ശ്ലോകത്തിന് ശേഷം പിന്നീട് പറയുന്നു, പശ്യേഷമേനാര്യമനന്ത ആദ്യേ പരാത്മനി ത്വയ്യഭിമായിമായിനി മായാം വിദത്യേക്ഷിതുമാത്മവൈഭവം ഹ്യഹം കിയാനീച്ഛമിവാർച്ചിരഗ്നോ അതഃ ക്ഷമസ്യാച്യുത മേരജോ ഭുവോ ഹ്യജാനതസ്ത്വൽപ്രദഗീശമാനിന അജാവലേപാന്ധതമോന്ധചക്ഷുഷ ഏഷോനുകം വ്യോമൈനാഥവാനിതി. അവിടെ ബ്രഹ്മാവ് താൻ ചെയ്തതായിട്ടുള്ള അപരാധത്തെയൊക്കെ സമ്മതിച്ചുകൊണ്ട് ഇനി പശ്ചാത്തപിക്കുകയാണ്. അവിടെ ഗുരുവായൂരപ്പ അവിടെ ആ ഭഗവാന്റെ മുമ്പില്, ആ ഉണ്ണിക്കണ്ണന്റെ മുമ്പില് തൊഴുത് വിനയാന്വിതനായിക്കൊണ്ട് അവിടെ ഇരുന്ന് ക്ഷമാപണം ചെയ്യുന്ന ഒരു രംഗമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ എന്താ പറയുന്നത്? മായാവികൾക്കും അല്ലെ, മായിനി എന്ന് പറഞ്ഞാൽ എന്താണ്? മായാവികൾക്കും മായാവിയും, പിന്നെ എല്ലാവരുടെയും ഉള്ളില് ആത്മചൈതന്യമായിട്ട് വർത്തിക്കുന്നതും ആദ്യന്ത വിഹീനനുമായിട്ടുള്ള ഗുരുവായൂരപ്പ, അവിടുത്തെ ഇതില് എന്റെ മായ ഞാൻ പ്രയോഗിച്ച് അങ്ങയുടെ ആ മായാവൈഭവം അറിയുവാൻ വേണ്ടിയിട്ട് ഉദ്യമിച്ചതായിട്ടുള്ള എന്റെ വിവരക്കേട്, അല്ലെ, എന്റെ ഒരു അവിവേകം അവിടുന്ന് പൊറുക്കണേ. അവിടുന്ന് ഓർത്തു നോക്കൂ. യഥാർത്ഥത്തില് അങ്ങയുടെ മായയാകുന്ന ആ അഗ്നിയുടെ വെറും അല്ലെ, ഒരു അഗ്നി ജ്വലിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു പൊരി മാത്രമേ ആകുന്നുള്ളൂ അല്ലെ മറ്റുള്ളവരുടെ ഉള്ളിൽ നിന്നൊക്കെ എത്തുന്നതായിട്ടുള്ള മായ എന്ന് പറയുന്നത്. അപ്പം ആ സ്ഫുരണങ്ങൾ മാത്രമായിട്ടാണ് അന്യർക്ക് ലഭിക്കുന്നത് എങ്കിൽ ഇത് ഓർക്കുമ്പോൾ ഞാൻ എത്ര നിസ്സാരനാണ് യഥാർത്ഥത്തില്.
അങ്ങനെയുള്ള ഞാനാണല്ലോ അങ്ങയുടെ മായയെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ശ്രമിച്ചത് അവിടെ. അപ്പൊ എന്റെ മായ എത്ര കണ്ട് തുച്ഛമാണ്, ഞാൻ എത്ര കണ്ട് നിസ്സാരനാണെന്ന് ആലോചിച്ച് നോക്കൂ അവിടെ. അതുകൊണ്ട് ഈ തൻ്റെ ഉള്ളിലുള്ള രജോ ഗുണത്തിന്റെ ആധിക്യം കൊണ്ട് ഞാനും അങ്ങയെ പോലെ ഒരു വേറൊരു ഈശ്വരനാണ് എന്ന് ഞാൻ ഒന്ന് അറിയാതെ തോന്നിച്ചു പോയി. അല്ലേ? ഞാനാണ് ഇവിടെയൊക്കെ സൃഷ്ടി ചെയ്യുന്നതെങ്കിൽ എനിക്ക് എന്നിൽ കവിഞ്ഞ് ഒരാളില്ല എന്നുള്ള ഒരു രീതിയിൽ ഞാൻ അറിയാതെ വേറൊരു ഈശ്വരനാണ് എന്ന് വിചാരിച്ചു ഞാൻ അവിടെ. അല്ലെ? മായാം വിദത്യേക്ഷിതും ആത്മവൈഭവം ഹ്യഹം ജ്ഞാനീച്ഛമിവാർച്ചിരഗ്നോ. അപ്പം അവിടെ പറയുന്നു അധക്ഷമസ്വാച്യുത മേ രജോഭുവോ ഹ്യജാനതസ്ത്വൽ പ്രതികി ഈശമാനിന. ഞാനും അങ്ങയെ പോലെ ഒരു ഈശ്വരനാണെന്ന് ഞാൻ അറിയാതെ അഹങ്കരിച്ചു ഹേ ഗുരുവായൂരപ്പ. അതുകൊണ്ട് അങ്ങയുടെ ആ ഒരു മഹാത്മ്യത്തിന്റെ വ്യാപ്തി അത് എനിക്ക് അറിയാൻ സാധിക്കാതെ പോയി. ഈ ലോകത്തിന്റെ തന്നെ സൃഷ്ടികർത്താവാണെന്ന് അഭിമാനിച്ചുകൊണ്ട് എൻ്റെ ആ വിവേകം മുഴുവൻ ഇന്ന് നശിച്ചിരിക്കുന്നു. എൻ്റെ ഉള്ളിലുള്ള ജ്ഞാനം മുഴുവൻ നശിച്ചിരിക്കുന്നു. അജ്ഞാനത്തിന്റെ അന്ധകാരത്തില് ഇന്ന് ഞാൻ കണ്ണു കാണാൻ വയ്യാതെ കാഴ്ച നശിച്ചവനായിട്ട് മാറിയിരിക്കുന്നു ഹേ ഗുരുവായൂരപ്പ. അതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും ഏഷോനുകമ്പ്യോ ഭൈനാഥവാനിതി. ഹേ ഗുരുവായൂരപ്പ, അതുകൊണ്ട് എന്നെ ഇവനെ ഒന്ന് സംരക്ഷിക്കുവാൻ വേണ്ടിട്ട് ആർക്കേ കഴിയുള്ളൂ? അത് അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങ് എൻ്റെ അഹങ്കാരത്തെ മനസ്സിലാക്കിക്കൊണ്ട്, എൻ്റെ ദൗർബല്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശുദ്ധീകരിക്കുവാൻ വേണ്ടി അവിടുന്ന് ഈ ഒരു രൂപം അവിടുന്ന് സ്വീകരിച്ചത്. എന്തായാലും അങ്ങനെയുള്ള അങ്ങ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി തനിക്ക് മാത്രമേ ഈ മായയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെ? മറ്റുള്ളവർക്ക് ആർക്കും തന്നെ ആ അനുഭവിക്കുന്നതായിട്ടുള്ള മായയിൽ നിന്നും മായകളുടെ മായാവിയായിട്ടുള്ള അവിടത്തേക്ക് മാത്രമേ എൻ്റെ മായയെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അടിയന്റെ അപരാധം പൊറുക്കണേ. അധക്ഷമസ്വാച്യുതമേ രജോ ഭുവോ. അപ്പം മായ എന്ന സങ്കല്പം ഭഗവാൻകിൽ നിന്ന് ഉത്ഭവിച്ചതും മറ്റെവിടെയെങ്കിലുമൊക്കെ അതിന്റെ സ്വാധീനം കാണുന്നുണ്ട് എങ്കിൽ അത് ഭഗവൻ മായയിൽ നിന്ന് ചിതറിയതായിട്ടുള്ള ഒരു ചെറിയൊരു സ്ഫുരണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അങ്ങനെ ചിതറിയതായിട്ടുള്ള ആ പൊരികൾ മാത്രമാണ് എന്ന് ആര് മനസ്സിലാക്കി? ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു ഗുരുവായൂരപ്പ. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ഈ ഗുണത്തിന്റെ ആധിക്യം, രജോ ഗുണത്തിന്റെ ആധിക്യം കൊണ്ട് ഞാൻ ബ്രഹ്മാവ് ഇതേവരെ കരുതിയതായിട്ടുള്ള താനും എന്താണ് ആ മഹാവിഷ്ണുവിനെ പോലെ വേറൊരു ഈശ്വരനാണ് എന്ന് അവിടുന്ന് ധരിക്കുന്നു. അപ്പൊ പരസ്പര ആശ്രയത്വം ഇല്ലാത്തതായിട്ടുള്ള ഒരു മാഹാത്മ്യത്തോടു കൂടിയവനാണ് താനും എന്ന് അവിടെ ഒന്ന് അറിയാതെ ഒന്ന് തോന്നിപ്പോയി. ആ സ്ഥിതിക്ക് തനിക്ക് തൻ്റെതായിട്ടുള്ള ചില ശക്തിയൊക്കെ ഉണ്ടെന്നൊന്ന് തോന്നി അവിടെ. അതൊന്ന് പ്രയോഗിക്കാമെന്ന് കരുതിക്കൊണ്ട് അങ്ങയുടെ മുമ്പിൽ വന്ന് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തൻ്റെതായിട്ടൊന്നുമില്ല എന്നുള്ളൊരു സത്യത്തെ എനിക്ക് മനസ്സിലായി അവിടെ. അങ്ങനെയുള്ള അവിടുത്തെ ആ മായയുടെ എത്രയോ 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 ലഘുവായിട്ടുള്ള ഒരു അംശം മാത്രമേ തൻ്റെ കയ്യിലുള്ള ആ മായയെ കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് മായാശക്തികളുടെ ആകത്തുകയായിട്ടുള്ള ആ ഭഗവാനിൽ പ്രയോഗിച്ചതായിട്ടുള്ള ബുദ്ധിശൂന്യമായിട്ടുള്ള ആ ഒരു മായ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എല്ലാത്തിനും സംതാപരാധം പൊറുക്കണേ എന്ന് ക്ഷമിക്കുവാൻ വേണ്ടി ഞാൻ അവിടുന്ന് അപേക്ഷിക്കുന്നു. ഇത്രയും അപരാധം ചെയ്തതായിട്ടുള്ള എനിക്ക് അങ്ങ് മാപ്പ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്നിപ്പോ എൻ്റെ ഈ മായയെ, എൻ്റെ ഈ ഒരു അജ്ഞതയെ ഇല്ലാണ്ടാക്കാൻ അങ്ങ് ഈ സ്വീകരിച്ചായിട്ടുള്ള രൂപത്തെ ഞാൻ ഈശ്വരനായിട്ട് കാണുന്നു. അപ്പം യഥാർത്ഥത്തില് തന്നെ രക്ഷിക്കുവാൻ അത് അങ്ങേക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് അറിയാവുന്നതായിട്ടുള്ള അങ്ങയെ സംബന്ധിച്ചിടത്തോളം, അല്ലെ? അങ്ങേക്ക് അറിയാം, അങ്ങേക്ക് മാത്രമേ എന്നെ അവിടുന്ന് രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് അങ്ങേക്ക് അറിയാം. അതുകൊണ്ട് അതിന്റെ പേരില് ഈ തെറ്റുകളൊക്കെ പുറത്തുകൊണ്ട് ഹേ ഗുരുവായൂരപ്പ അവിടുന്ന് അനുഗ്രഹിക്കണേ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു. ക്വാഹം തമോമഹദഹം ഖഗചരാഗ്നിവാർഭൂർ സംവേഷ്ടിതാണ്ഡഘട സപ്തവിതസ്തികായ ദ്വിധാ വിഗണിതാണ്ഡപരാണുചര്യാവാദാധ്വരോം അവിവരസ്യതേ മഹിത്വം. ഇങ്ങനെ ആ ബ്രഹ്മാവിന്റെ ഭാവന ഒരു
ഉദാത്തമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് പോയി കഴിഞ്ഞു. അല്ലേ? യഥാർത്ഥമായിട്ടുള്ള ഒരു ജ്ഞാന തലത്തിലേക്ക് എത്തി അവിടെ. പ്രകൃതി, അതുപോലെ തന്നെ മഹത്തത്വം, അഹങ്കാരം, ആകാശ, പിന്നീട് പഞ്ചഭൂതങ്ങള്, ഇങ്ങനെ ഈ ഒരു ആവരണത്തോടു കൂടി ചുറ്റപ്പെട്ടതായിട്ടുള്ള ഈ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ, അല്ലെ, ഒരു 7 ചാണോളം നീളമുള്ള ഒരു രൂപത്തിലേക്ക് മാറുകയാണ് അവിടെ. അപ്പൊ 7 ചാണോളം മാത്രം വലിപ്പം ശരീരമുള്ള ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? അങ്ങയെ വെച്ച് നോക്കുമ്പം അങ്ങ് എന്താണ് ശരിക്കും? അങ്ങയുടെ ഈ ഒരു വിരാട് സ്വരൂപത്തെ വെച്ച് നോക്കുമ്പോ എൻ്റെ ഈ രൂപത്തെ കുറിച്ച് എൻ്റെ ഈ ഒരു ശരീരത്തിന്റെ ആകൃതി വെച്ച് നോക്കുമ്പോൾ പോലും ഒന്നും അവിടെ പറയാനില്ല. അപ്പൊ ഇപ്രകാരം ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് നിഷ്പ്രയാസം സഞ്ചാരബദ്ധമായിട്ട് വർത്തിക്കുന്നതായിട്ടുള്ള രോമകൂപങ്ങളോട് കൂടിയതായിട്ടുള്ള ഭഗവത് മഹാത്മ്യത്തെ ഞാൻ എങ്ങനെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും? അപ്പൊ പരസ്പരം ഒരു പ്രകാരത്തിലും താനും ഭഗവാനും താരതമ്യ പഠനത്തിന് ഒരിക്കലും തയ്യാറല്ല, അല്ലെ? അവിടെ മത്സരിക്കാനോ പരീക്ഷിക്കാനോ ഒരിക്കലും രീതിയല്ല എന്നുള്ളത് എനിക്ക് ഇവിടെ മനസ്സിലായി. താൻ ഈ ബ്രഹ്മാണ്ടത്തിലെ ഒരു അണു, അല്ലെ, ഒരു അണു, ഒരു ജീവി എന്ന് വേണം പറയാം. ഇത്തരം അനന്തകോടി ഒരു ബ്രഹ്മാണ്ടത്തില് അങ്ങനെയാണ്. പിന്നെയോ ഇത്തരം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് ആ ഭഗവാന്റെ ഒരു രോമകൂപത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അത്രേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഈ മഹത്തത്വവും അഹങ്കാരവും പഞ്ചഭൂതങ്ങളുമാണ് ഒരു ബ്രഹ്മാണ്ടത്തിന്റെ സപ്താവരണം എന്നുള്ളത് നമുക്കറിയാം, അല്ലെ? അപ്പൊ അതേ ആശയം തന്നെയാണ് നമ്മളുടെ ഒക്കെ ഈ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ആവരണത്തിനുള്ളില് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, മറ്റു ദേവന്മാര്, ഇതര ജീവജാലങ്ങള് ഇവയടങ്ങുന്നതുമായിട്ടുള്ള ഒരു ചെറിയ ഹിരണ്യ ഗർഭം പോലെയുള്ള ഒരു അണ്ഡ ആകൃതിയിലുള്ള ഒരു ഓവൽ ഷേപ്പ്, കോഴിമുട്ടയുടെ ആകൃതിയുള്ളതും, അല്ലെ, 20,000 കോടി യോജന വിസ്തീർണമുള്ളതുമായിട്ടുള്ള ഒരു വലിയൊരു ബ്രഹ്മാണ്ടം. അപ്പൊ അതിലുള്ള അപ്രകാരമുള്ള ഒരു ബ്രഹ്മാണ്ടത്തില് ഒരു ചെറിയ ഒരു അണു ആണ് ഞാൻ എങ്കിൽ അങ്ങ് ആരാണ്? അനന്തകോടി ബ്രഹ്മാണ്ടങ്ങള്, ഇതുപോലെയുള്ള ധാരാളം കോടിക്കോടി ബ്രഹ്മാണ്ടങ്ങള് ആ വിരാട് സ്വരൂപത്തിലെ മഹാവിരാട്ടിന്റെ ഓരോ രോമകൂപങ്ങളിലൂടെയും സഞ്ചരിക്കുന്നു. ആ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങള് സഞ്ചരിക്കുന്നു. അങ്ങനെ അപ്രകാരമുള്ളതില് ഒരു ബ്രഹ്മാണ്ടത്തിലെ ബ്രഹ്മാവാണ് താൻ എന്നുള്ളത് സ്തുതിക്കുന്നത്. അങ്ങനെയുള്ള സ്തുതിക്കപ്പെടുന്നവനായിട്ടുള്ള ഹേ മഹാവിരാട്ട് എന്നുകൂടി അവിടെ ആദിനാരായണ മൂർത്തി അവിടെ അനുസ്മരിക്കുന്നു അവിടെ. എന്നിട്ട് ഭഗവാനോട് പറയാണ്, ഭഗവാനെ, ഇങ്ങനെ അങ്ങും നമ്മളും തമ്മിലുള്ള ഈ ഒരു ബന്ധം ഇത്ര കണ്ട് താഴെയാണെങ്കിൽ അങ്ങേക്ക് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങയോളം നേരെ ഇരിക്കുവാൻ വേണ്ടല്ല ഞാൻ തയ്യാറായിട്ടുള്ളത് എങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമോശം എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങ് ക്ഷമിക്കണം. അങ്ങ് ക്ഷമിച്ചേ പറ്റുള്ളൂ. കാരണം ആരാണോ ഇവിടെ സൃഷ്ടിക്ക് അധീനമായിട്ടുള്ളത്, ആരാണോ സൃഷ്ടിച്ചത്, ഈ സൃഷ്ടികർത്താക്കന്മാർക്ക് ആ സൃഷ്ടി ചെയ്തതായിട്ടുള്ള വസ്തുവിനോട് ഒരു പ്രത്യേക ഒരു താല്പര്യം ഉണ്ടാകും. അതില്ലാണ്ട് വരില്ല, അല്ലേ? നമുക്കൊക്കെ അറിയാം, അമ്മമാർക്ക് മക്കളോട് എന്തേ ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ? വാത്സല്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ ഒരിക്കലും മക്കളോട് ഒരു വിരോധമോ, ഏത് അമ്മമാരായിക്കോട്ടെ, 10 മാസം ചുമന്നതായിട്ടുള്ള ഏത് പെറ്റ അമ്മയ്ക്കും ആ മക്കളെ വാത്സല്യത്തോടുകൂടി ചുംബിക്കുവാൻ അല്ലാതെ അവരേത് രീതിയിൽ പോയിക്കോട്ടെ, പക്ഷേ അവരെ സ്നേഹിക്കുക എന്നുള്ള ആ ഒരു മാതൃവാത്സല്യം മാത്രമേ അവർക്കുണ്ടാവുള്ളൂ. അതുപോലെയാണ് അങ്ങ്. യഥാർത്ഥത്തിൽ എൻ്റെ അച്ഛനായിട്ടും എൻ്റെ അമ്മയായിട്ടും എന്നെ ഇവിടെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചതായിട്ടുള്ള ആ അച്ഛനമ്മമാർക്ക് സ്ഥാനത്ത് അങ്ങ് ആണ് എങ്കിൽ, ഞാൻ ചെയ്തതായിട്ടുള്ള എൻ്റെ പുത്രൻ ചെയ്തതായിട്ടുള്ള ദുഃഖങ്ങളെ അല്ലെങ്കിൽ ചെയ്തികളെ, അഹങ്കാരങ്ങളെ എങ്ങനെയാണോ ഒരു അമ്മ അവിടുന്ന് തിരുത്തുന്നത്, ആ തിരുത്തുന്നതിൽ നിന്നും അങ്ങ് രക്ഷപ്പെടുന്നു എങ്കിൽ അവിടെ പറയാണ്, ഉക്ഷേപണം ഗർഭഗതസ്യ പാദയോഹോ
കിം കൽപ്പതേ മാതുരഥോക്ഷജാഗസേ കിമസ്തി നാസ്തി വ്യപദേശഭൂഷിതം തവാസ്തി കുക്കുക്ഷേ യദപ്യനന്ദ. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ആ ഗർഭ സമയത്ത് അല്ലെങ്കിൽ ആ ഗർഭത്തിലുള്ള ആ ശിശുവിന്റെ അല്ലെ കാൽ കൊണ്ടുള്ള ചവിട്ട്, പാർശ്വങ്ങളിലൊക്കെ ചവിട്ടുകൾ കിട്ടുന്ന സമയത്ത് അമ്മയോടുള്ള ഒരു അപരാധമായിക്കൊണ്ട് അത് പരിഗണിക്കാറുണ്ടോ? ഇല്ല അല്ലെ. എന്നാ ഇനി എന്നെ നീ ഗർഭകാലത്ത് നീ എന്നെ ഒത്തിരി ഉപദ്രവിച്ചിട്ടില്ലേ, അങ്ങനെയാണെങ്കിൽ നീ പുറത്തു വരുമ്പോ ഞാൻ അല്ലെ ഏത് കാലം കൊണ്ടാ നീ എന്നെ ചവിട്ടിയതെന്ന് നോക്കി ഞാൻ കാലിട്ട് അടിക്കുക, അത് അമ്മ പതിവില്ല. കാരണം എന്താണ്? ആ ഉണ്ണിയുടെ ചവിട്ട് പോലും, ആ ഉണ്ണിയിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള വിഷമങ്ങൾ പോലും ഒരു പെറ്റമ്മയെ സംബന്ധിച്ചിടത്തോളം, വാത്സല്യം നുകരുന്നതായിട്ടുള്ള ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് ആനന്ദമായിട്ട് സ്വീകരിക്കുന്നയാളാണ് അമ്മ. അതുകൊണ്ട് ആസ്തികരായിക്കോട്ടെ നാസ്തികരായിക്കോട്ടെ, ഈ ആസ്തികരും നാസ്തികരും തമ്മിലുള്ള വാദത്തിന് വിഷയീഭവിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒന്ന് അങ്ങയുടെ ഉദരത്തിന് അപ്പുറത്തേക്കുണ്ടോ? ഹേ ഗുരുവായൂരപ്പ, അങ്ങല്ലേ ഈ ആസ്തികന്മാരായിട്ടുള്ള നാസ്തികന്മാരായിട്ടുള്ള എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങല്ലേ. അതുകൊണ്ടാണല്ലോ അല്ലെ പ്രഹ്ലാദൻ ഭഗവാനോട് സ്തുതിച്ച എന്താണ്? സ്വസ്ത്യസ്തു വിശ്വസ്യ ഖലപ്രസീദതാം. എല്ലാവരുടെയും അച്ഛനമ്മമാർക്ക് കാരണമായിട്ടുള്ള, സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള അങ്ങാണ് യഥാർത്ഥത്തില് ആ അമ്മയായിട്ട്. അങ്ങയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് ഒന്നും തന്നെ ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയിട്ടുള്ള ഒന്നുമില്ല. അതുകൊണ്ട് ആ കൽപ്പാന്ത കാലത്ത് അല്ലെ ജഗത്രയാന്തോ ദധി സംപ്ലവോദേ നാരായണസ്യോദരനാഭിനാളാൽ വിനിർഗതോജസ്തുതി വാങ്നവൈ മൃഷ കിം ഈശ്വരത്വം ന വിനിർഗതോസ്മി. അതുകൊണ്ട് ഈ ഒരു കൽപ്പാന്ത കാലത്ത് ത്രൈലോക്യം എങ്ങനെയാണോ പ്രളയജലത്തിലേക്ക് ചെന്ന് മുങ്ങിക്കിടക്കുന്നത്, അതിന്റെ ഉപരിതലത്തിൽ ആരാണ് ശയിക്കുന്നത്? ഈ പ്രളയം മുഴുവൻ എന്താണ് ആരുടെ കുഷിയിലേക്കാണ് ഒതുക്കുന്നത്? അത് ആദിനാരായണനായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ, അവിടുത്തെ ആ നാഭി കമലത്തിൽ നിന്നിലേക്കാണ് ഇതെല്ലാം ഒതുക്കുന്നതെങ്കിൽ ആ നാഭി കമലത്തിൽ നിന്നാണ് യഥാർത്ഥത്തില് ആരുടെ ഉൽപ്പത്തി? എന്റെ ഉൽപ്പത്തി അല്ലെ. ആ നമ്മുടെ ഉൽപ്പത്തി എന്നതായിട്ടുള്ള ശ്രുതി ഒരിക്കലും അസത്യമാകുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ ഞാൻ അങ്ങിൽ നിന്ന് ആവിർഭവിച്ച ഒരാളല്ലേ. അപ്പൊ ഒരു മക്കളോട് അമ്മയ്ക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള വികാരം അത് എനിക്ക് നേടുവാൻ വേണ്ടി എനിക്ക് അവകാശമുണ്ട്. ഭഗവാനോട് പറയാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ, ഞാനിപ്പോ എന്റെ ചില ബുദ്ധിമോശം കൊണ്ട് എന്തൊക്കെയെങ്കിലും ചെയ്തു, അതൊക്കെ ക്ഷമിച്ചേക്കുക. അവിടെ ഭഗവാനെ പോലും അങ്ങോട്ട് ഉപദേശിക്കുന്ന രീതിയായി ഇവിടെ ബ്രഹ്മാവ് അല്ലെ. അതുകൊണ്ട് ആ പുത്രവാത്സല്യത്തിന് എന്താണോ വകയുള്ളത് അത് തനിക്കും കിട്ടുവാനുള്ള ഒരു അവകാശം ഇല്ലേ ഗുരുവായൂരപ്പ എന്നുള്ളൊരു ചോദ്യം. അതുകൊണ്ട് അപരാധം ഒരു ഗർഭസ്ഥ ശിശുവിന്റെ കാൽ കൊണ്ട് കുതിക്കുന്നതായിട്ടുള്ള അതിന് തുല്യമായിക്കൊണ്ട് പരിഗണിക്കണം എന്ന് അവിടെ ആദ്യമായിട്ട് ആ ദ്വിപരാർത്ഥത്തിന്റെ ഒടുവിലത്തെ കൽപ്പത്തിൽ ആ നാഭി പത്മത്തിൽ നിന്നും ഉത്ഭവിച്ചതായിട്ടുള്ള ബ്രഹ്മാവ് തന്റെ അച്ഛൻ, തന്റെ അമ്മ എന്നുള്ളത് ആദിനാരായണമൂർത്തിയായിട്ടുള്ള അങ്ങാണ് എങ്കിൽ ആ പുത്രന് കൊടുക്കുന്നതായിട്ടുള്ള ഒരു വാത്സല്യവും ഞാൻ അവകാശപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് ഭഗവാനെ അങ്ങെല്ലാം ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. അങ്ങ് ആ പുത്രന്മാരെക്കൂടെ എങ്ങനെയാണോ അമ്മ ക്ഷമിക്കുന്നത് അതുപോലെ അങ്ങ് ക്ഷമിക്കും എന്നുള്ളത് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും ആ ബ്രഹ്മാണ്ടത്തിന് ഉള്ളിലുള്ള ഏതും ഭഗവാന്റെ കുക്ഷിയിലാണ് എന്നതാണുള്ള സത്യത്തെ നമുക്ക് അവിടെ കാണിച്ചു തരികയാണ്. എന്നിട്ട് പറയാണ്, നാരായണസ്ത്വം നഹി സർവദേഹിനാം ആത്മാസ്യധീശാഖില ലോകസാക്ഷി നാരായണോങ്കം നരഭൂജലായനാത്തച്ചാപി സത്യം ന തവൈവമായ. ശരീരത്തിന്റെ ആകമാനം അല്ലെ, അല്ലെങ്കിൽ ഇങ്ങനെ ശരീരം സ്വീകരിച്ചിട്ടുള്ള എല്ലാ ശരീരികളുടെയൊക്കെ ആകമാനം ഉള്ളിൽ സർവഭൂത ആത്മസാക്ഷിയായിക്കൊണ്ട് അല്ലെ, എല്ലാവരുടെയും ഉള്ളില് ആത്മചൈതന്യമായിക്കൊണ്ട് സർവസാക്ഷിയായിക്കൊണ്ട് അങ്ങ് നാരായണസ്ത്വം നഹി സർവദേഹിനാം ആത്മാസ്യധീശാഖില ലോകസാക്ഷി, അങ്ങനെയുള്ള ആ നാരായണൻ തന്നെ അല്ലയോ അങ്ങ്. അതുപോലെ നാരായണോങ്കം നരഭൂജലായന തച്ചാവി സത്യം ന തവൈവമായ. ആ നരൻകളിൽ നിന്ന് ഉണ്ടായതായിട്ടുള്ള ആ കാരണജലത്തില് ശയിക്കുന്നതിനാലും പിന്നെയോ
നാരം ജലത്തിൽ നിന്നും ഉത്ഭവിച്ചതായിട്ടുള്ളത് കൊണ്ടും അങ്ങ് നാരായണൻ തന്നെയാണ്. അതുകൊണ്ട് എന്നാൽ ഈ ജലത്തിൽ ശയിക്കുക എന്നതിനുള്ള അവിടെ ഒരു പരിച്ഛിന്നത്വം അത് യഥാർത്ഥത്തില് സത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതൊക്കെ എന്താണ്, എല്ലാവരെയും മായികമായിട്ട് കാണിക്കുന്നതിനുള്ളൊരു രീതിയാണ് അവിടെ. അപ്പം എന്തായാലും നാരായണൻ എന്നുള്ളൊരു വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ്, എല്ലാത്തിൻ്റെയും ഉറവിടം, ഉത്ഭവം എന്നുള്ളത് ജലത്തിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഉള്ള ആ നാരായണനാണ് യഥാർത്ഥത്തില് അങ്ങ്. ആ നാരായണൻ നിന്നാണ് ഇവിടെ എല്ലാം. ആ കാരണജലത്തിൽ ശയിച്ചവൻ എന്നുള്ള അർത്ഥത്തില് നമുക്ക് പറയാം എന്താണ്, നാരായണൻ എന്നുള്ള ഒരു പേര് അങ്ങേക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തച്ചേ ജലസ്ഥം തവ സജ്ജഗദ്വപു കിം മേ ന ദൃഷ്ടം ഹൃദി മേ തദൈവ കിം വാസു ദൃഷ്ടം ഭഗവംസ്തദൈവ കിം നോ സപദ്യേവ പുനർവ്യദർശി. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഈ ഒരു തച്ചേ ജലസ്ഥം തവ സജ്ജഗദ്വപു, അല്ലെ, ഈ ഒരു വിശ്വരൂപം, തവ ജഗദ്വപു, ഇങ്ങനെയുള്ള ഈ ഒരു വിശ്വം മുഴുവൻ അങ്ങാണെന്നുള്ളൊരു ആ ഒരു രൂപത്തെ, ജലസ്ഥം അത് ജലത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നത് സത്യമാണ് എങ്കിൽ, അതാണ് തച്ചേ ജലസ്ഥം തവ സജ്ജഗദ്വപു, അത് സത്യമാണ് എങ്കിൽ, കിം മേന ദൃഷ്ടം ഹൃദിമേ തദൈവ, അങ്ങനെ അപ്പോൾ തന്നെ എന്നാൽ കിം മേന ദൃഷ്ടം, എന്തുകൊണ്ട് എനിക്ക് കാണപ്പെട്ടില്ല, കിം വാസു ദൃഷ്ടം, അതിൽ പിന്നെ മേ ഹൃദി ഏവ കിം വാസു ദൃഷ്ടം, എന്റെ ഹൃദയത്തില് എങ്ങനെ എനിക്ക് വ്യക്തമായിട്ട് അവിടെ കാണപ്പെടാൻ സാധിക്കുന്നു. പിന്നെ കിം നോ സപദ്യേവ പുനർവ്യദർശി, വീണ്ടും അല്ലെ ഉടനെ തന്നെ എന്തുകൊണ്ട് എനിക്ക് അദൃശ്യമായിട്ട് തോന്നുന്നു. അപ്പം ഈ ഒരു പരിച്ഛിന്നത്വം ആണ് അവിടെ കേവലം ഒരു മായികമായിക്കൊണ്ട് എന്നില് പ്രവർത്തിക്കുന്നു. അതായത് ഞാൻ ജലത്തിൽ ദർശിച്ചതായിട്ടുള്ള ആ ഒരു രൂപം നന്നായി കാണുവാൻ വേണ്ടി നമ്മളുടെ ആസ്ഥാനമായിട്ടുള്ള ആ താമര തണ്ടിലേക്ക് ഞാൻ ഇറങ്ങി അങ്ങോട്ട് പോയി. ആ ദ്വാരത്തിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ അവിടെ അദൃശ്യമായി അവിടെ ആ രൂപം. പിന്നീട് ആ തപസ് ചെയ്തു. അതിൽ നിന്ന് വശരീതി കേട്ട് തപസ് ചെയ്തപ്പോഴേക്ക് മനസ്സില് അത് വ്യക്തമായിട്ട് അവിടുന്ന് കാണാൻ സാധിച്ചു, അല്ലെ, വ്യക്തമായിട്ട് അവിടുന്ന് ദർശിക്കാൻ സാധിച്ചു. പക്ഷേ പിന്നെ എന്താണ്, വേഗം താമസം വിന അത് അദൃശ്യവുമായി അവിടെ. അപ്പൊ പുറമേക്ക് സത്യമായിട്ട് അനുഭവപ്പെടുന്ന ഈ ദൃശ്യപ്രപഞ്ചം കേവലം അത് മായികമാണെന്നുള്ളത് അവസ്ഥയിലേക്ക് തന്നെ എത്തിക്കുകയാണ്. അങ്ങയുടെ ഈ ഒരു കുക്ഷികൾക്കുള്ളിൽ ഒതുങ്ങിയതാണെന്നുള്ളതും, അതുപോലെ മാതാവായിട്ടുള്ള യശോദയ്ക്ക് ഈ ശ്രീകൃഷ്ണാവതാരത്തിൽ തന്നെ പല സമയത്തും ആ ബ്രഹ്മഭാവത്തെ അങ്ങ് കാണിച്ചു കൊടുത്തതല്ലേ അവിടുന്ന്. അത്രൈവമായാധമനാവതാരേഹ്യസ്യ പ്രപഞ്ചസ്യ ബഹിസ്ഫുടസ്യ കൃഷ്ണസ്യ ജാന്തർജഠരേ ജനന്യാമായാത്വമേവ പ്രകടീകൃതം തേ. ആ യശോദാമയ്ക്ക് അങ്ങ് പല സമയത്തും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ്, യസ്യ കുക്ഷാവിധം സർവം സാത്മം ഭാതി യഥാ തഥാ തത്വയ്യപീഹ തത്സർവം കിമിതം മായയാവിന, അല്ലേ. അപ്പം മണ്ണ് തിന്നു എന്നുള്ള ഒരു ആരോപണം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രപഞ്ചം ഒരേ അവസരത്തിൽ തന്നെ അങ്ങയുടെ കുക്ഷിയിലും പുറമേയും കാണുന്നു എന്നുള്ള ഒരു മായയുടെ ആ ഒരു പ്രഭാവത്തെ അങ്ങ് അല്ലെ തൻ്റെ അമ്മയായിട്ടുള്ള യശോദാമയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ തന്നോടൊത്ത് അല്ലെ യസ്യ കുക്ഷാവിധം സർവം സാത്മം ഭാതി യഥാ തഥാ തത്വയ്യപീഹ സർവം കിമിതം മായയാവിന, തന്നോടൊത്ത് ഈ പ്രപഞ്ചം ആകമാനം യാതൊരു അങ്ങയുടെ കുക്ഷിയില് ഉദരത്തില് എപ്രകാരം ശോഭിക്കുന്നുവോ അതേ പ്രകാരം അതെല്ലാം പുറമേയും അതേപടി കാണുന്നത് നിന്തിരുവടിയിൽ നിന്നും അല്ലെങ്കിൽ ഗുരുവായൂരപ്പ അവിടുന്നും ആ മായയോട് കൂടിയതായിട്ടുള്ള ആ ഒരു രൂപത്തെ മായയോട് കൂടാതെ എങ്ങനെ അതിനെ കാണാൻ സാധിക്കും? അപ്പം യശോദാമയ്ക്ക് എന്തായി, പുറമേയുള്ള ആ സമയത്ത് കണ്ടതായിട്ടുള്ള കണ്ണനെയും യശോദാമയെയും ഒക്കെ ആ കണ്ണന്റെ അല്ലെ വായിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
ഹേ ഗുരുവായൂരപ്പ, എങ്ങനെയാണ് ഈ മായയെ ജയിക്കാൻ സാധിക്കുക? അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പന്റെ പാദങ്ങൾ ഞാൻ ഇതാ നമസ്കരിക്കുന്നു എന്നുള്ള ഭാഗങ്ങൾ വരെ നമുക്ക് ഇന്ന് അനുസ്മരിക്കാം. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം നമുക്ക് കാണാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞാൻ ഭാഗവത പാരായണത്തിലേക്ക് പ്രവേശിക്കാം.